ഐ-ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള FC ഡൽഹി FC മത്സരം അല്പസമയത്തിനകം കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഗോകുലത്തിന്റെ പ്രതീക്ഷകൾ എങ്ങനെ? അരുൺ പൂപ്പറമ്പ. റിജിത്ത്, ഇനി അവശേഷിക്കുന്ന 3 മത്സരങ്ങൾ വിജയിച്ചാലും ഗോകുലം കേരളക്ക് ഈ കിരീട നേട്ടമെന്ന ഒരു പ്രതീക്ഷയിലേക്ക് എത്താൻ സാധിക്കില്ല. കഴിഞ്ഞ മത്സരത്തിൽ ശ്രീനിധി ഡെക്കാർ FC പരാജയപ്പെട്ടതോടെ ഐ-ലീഗ് കിരീടവും അതോടൊപ്പം തന്നെ ISL യോഗ്യത എന്ന ഗോകുലം കേരളയുടെ പ്രതീക്ഷയും അവസാനിച്ചിരുന്നു. ഇന്നിപ്പോൾ ഇന്നത്തെ മത്സരം ഡൽഹി FC നിലവിൽ പോയിന്റ് പട്ടികയിൽ 36 പോയിന്റുകളും 21 മത്സരങ്ങളിൽ നിന്ന് 36 പോയിന്റുകളുമായി ഗോകുലം കേരള FC പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്താണ്. നിലവിൽ 8ാം സ്ഥാനക്കാരായിട്ടുള്ള ഡൽഹി FC ഇന്നത്തെ മത്സരം. കഴിഞ്ഞ മത്സരങ്ങളിൽ ഗോകുലം കേരളയുടെ മത്സരം നമ്മൾ വീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യഘട്ടത്തിൽ ആദ്യ പകുതിയിൽ ആധിപത്യം നേടുകയും ആദ്യം ഗോൾ നേടുകയും പിന്നീട് രണ്ടാം പകുതി എത്തുന്ന ഘട്ടത്തിൽ ഈ പ്രതിരോധ നിരയിലെ തുടർച്ചയായിട്ടുള്ള പിഴവുകൾ കാരണമാണ് മത്സരം പരാജയത്തിലേക്ക് കടന്നത്. അത് കഴിഞ്ഞ ഗോകുലം കേരളയുടെ പരാജയപ്പെട്ട മത്സരങ്ങളിലെല്ലാം ഈ പ്രതിരോധ നിരയിലെ പിഴവ് പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പരിഹരിച്ച് ഇനി അവശേഷിക്കുന്ന 3 മത്സരങ്ങളിൽ ഗോകുലം കേരളക്ക് വിജയിക്കാൻ സാധിച്ചാൽ ഈ ഐ-ലീഗിൽ 2ാം സ്ഥാനത്തേക്ക് എത്താൻ, 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ ഗോകുലം കേരളക്ക് സാധിക്കും. ആ പ്രതീക്ഷ തന്നെയാണ് ഈ ഗോകുലം കേരളയുടെ ആരാധകർ ഉൾപ്പെടെ പങ്കുവെക്കുന്നത്. ഇനി അവശേഷിക്കുന്ന 3 മത്സരങ്ങൾ, ആ 3 മത്സരങ്ങളും വിജയിക്കണം. നിലവിൽ മുഹമ്മദ് അൻസാണ് ഇപ്പോൾ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത്. അല്പസമയത്തിനകം ഡൽഹി FC ഗോകുലം കേരള FC മത്സരം കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. അരുൺ പൂപ്പറമ്പ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.